സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. DCU ഈസ് സോ ബാക്ക് ഇൻ ഗെയിം എന്ന് പറയേണ്ടി വരും. ലാൻഡേൺസിന്റെ ട്രെയിലർ ഇന്നലെ പുറത്ത് വന്നായിരുന്നു. കാണാത്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയെന്ന് കണ്ടേച്ചും വരാം. എന്താ പറയുക, ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ ജോണറിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പടച്ചു വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്രീൻ ലാൻഡേൺസ് എന്നുള്ള ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ സ്പേസും അവിടെയുള്ള പരിപാടികളൊക്കെ ഉദ്ദേശിച്ച് പടത്തിന് കയറി കൊടുക്കുന്നവർക്ക് ചെറിയൊരു നിരാശ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ട്രെയിലർ പേഴ്സണലി എനിക്ക് വർക്കായി. സീരീസിലും ഈ ഒരു മോഡിൽ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതിലെ മെയിൻ സൂപ്പർ ഹീറോ എലമെന്റ്സ് ഒന്നും ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്യാതെ അത് സീരീസ് കാണുമ്പോൾ ഒരു സർപ്രൈസ് ഫാക്ടർ എന്നുള്ള രീതിക്ക് എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സീരീസ് ഈ ഒരു മോഡിൽ തന്നെയാണെന്ന് ഈ ട്രെയിലറിൽ കൂടെ തന്നെ അങ്ങ് പ്രസ്താവിക്കുന്നതായിരിക്കും. ഏതൊരു രീതിയിലാണെങ്കിലും സംഭവം അടിപൊളിയായിട്ട് വരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെയിലറിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്, കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സീരീസ് ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൗണ്ടഡ് ലെവലിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഗ്രീൻ ലാൻഡേൺസിനൊക്കെ ബേസ് ചെയ്തൊരു പടം അല്ലെങ്കിൽ ഒരു സീരീസ് വരുമ്പോൾ അതിങ്ങനെ ഇത്ര കണ്ട് ഗ്രൗണ്ടഡ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഈ പരിപാടി പേഴ്സണലി അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് സൂപ്പർ ഹീറോ ജേണറിലാണ് എന്നാൽ തന്നെ ആ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കഥ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് സൂപ്പർ ഹീറോ എലമെന്റ് ചെറിയ രീതിയിൽ അവിടെ എവിടെയും തൊട്ടും തള്ളോടെയും കൊണ്ടുപോകുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടമാണ്. സെയിം മെത്തേഡാണ് ഈ അടുത്തിറങ്ങിയ മാർവൽ സ്റ്റുഡിയോസിന്റെ വണ്ടർമാൻ സീരീസിൽ നമ്മൾ കണ്ടത്. ആ ഒരു ടൈപ്പ് പരിപാടിയാണ് ഇതിലൊന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. സോ കാര്യത്തിലേക്ക് കിടക്കാം. ടീസറിന്റെ തുടക്കം തന്നെ നമ്മൾ കാണിച്ചു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൽ ജോർഡൻ ജോൺ സ്റ്റുവർട്സിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു DC യൂണിവേഴ്സിൽ ഹാൽ ജോർഡന്റെ കളികൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. സോ പുള്ളിയുടെ ഒരു റിട്ടയർമെന്റ് ടൈമിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജോൺ സ്റ്റുവർട്സിനെ പുള്ളി ട്രെയിൻ ചെയ്ത് അടുത്ത ഗ്രീൻ ലാൻഡേൺ പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ഹാൽ ജോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വെച്ച് തന്നെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഈ ഒരു ഗ്രീൻ ലാൻഡേൺ സ്റ്റോറി ലൈനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ പുള്ളിനെ ഈ ഒരു റിട്ടയർമെന്റ് ടൈമിലോട്ട് എത്തിച്ചിട്ട് ഇനി ജോൺ സ്റ്റുവർട്സ് ആണ് മെയിൻ സീനിലോട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ അഡ്വഞ്ചേഴ്സ് ഒക്കെ നമുക്ക് മിക്കവാറും മിസ് ആവാൻ ചാൻസ് ഉണ്ട്. കോമിക്സിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ കിലോവാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ജോൺ സ്റ്റുവർട്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു ജോൺ സ്റ്റുവർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ നമ്മുടെ ഗൈ ഗാർഡനറിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിക്കാണ് കോമിക്സിൽ വരുന്നത്. അതിനെ സൂചിപ്പിക്കാൻ എന്നവണ്ണം ഹാൽ ജോർഡൻ ഈ ഒരു ജോൺ സ്റ്റുവർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ നോക്കി പറയുന്നുണ്ട്, നീ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിന്റെ കൂട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ നെഗളിക്കൊന്നും വേണ്ട എന്നുള്ള ഒരു രീതിയിൽ ഒരു ഡയലോഗും പോകുന്നുണ്ട്. ട്രെയിനിങ് തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസത്തിന് മേലെയായി. ഇതുവരെ ആ ഒരു റിംഗ് നേരാവണ്ണമൊന്നും കാണാൻ കൂടെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു രീതിക്ക് ജോൺ സ്റ്റുവർട്സ് നേരെ ഹാൽ ജോർഡന്റെ അടുത്ത് പരാതി പറയുവാണ്. റിംഗ് ഒക്കെ ഇടാൻ മാത്രം നീ വളർന്നിട്ടില്ല, അതിന് നീ കുറച്ചുകൂടെ മൂക്കണം എന്നുള്ള രീതിക്ക് ഹാൽ ജോർഡൻ നേരെ നമ്മുടെ ജോൺ സ്റ്റുവർട്സിന് നേരെ അതിനൊരു റിപ്ലൈയും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, നേരെ ആ കാർ ഒരു കൊക്കയിലോട്ട് ഇടിച്ചു കയറ്റുവാണ്. ആക്ച്വലി ഒരു റിംഗ് തന്നെയാണ് അതിന്റെ അടുത്ത അവകാശിയെ ചൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് കോമിക്സിലും ഇതിനു മുമ്പ് വന്നിട്ടുള്ള പടങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു DC യൂണിവേഴ്സിൽ ഈ ഒരു സീരീസിൽ അതേ രീതിക്കാണോ സംഭവം പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ഗ്രീൻ ലാൻഡേൺ പദവിയിൽ ഇരിക്കുന്ന ആ ഒരാൾക്ക് തന്നെ അതിന്റെ അടുത്ത അവകാശിയെ ചൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു രീതിക്ക് സ്റ്റോറി ലൈൻ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു രീതിക്ക് കേൾക്കുന്നുണ്ട്. ഇതിൽ തന്നെ ജോൺ സ്റ്റുവർട്സ് ആ ഒരു റിംഗ് നേരാവണ്ണം കണ്ടിട്ട് കൂടി ഇല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ആൻഡ് ഹാൽ ജോർഡൻ അതെവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തു വെക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു രീതിക്കും സ്റ്റോറി ലൈൻ കൊണ്ടുപോയാൽ അതിശയപ്പെടാനില്ല. സോ കൊക്കയിലേക്ക് വീണ കാറിൽ നിന്നും തട്ടിമുട്ടിയും രക്ഷപ്പെട്ട ജോൺ സ്റ്റുവർട്സ് നേരെ ഇങ്ങ് ഹാൽ ജോർഡന്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് പറയാണ്, ഇതാണോ അപ്പം നിന്റെ ട്രെയിനിങ് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ജോൺ സ്റ്റുവർട്സിന്റെ ക്യാരക്ടർ എക്സ് മറൈൻ ആണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറച്ച് ഡിസിപ്ലിൻ പരിപാടികളൊക്കെ കുറച്ച് കൂടുതലാണ്. ബട്ട് ഹാൽ ജോർഡന്റെ കേസിലോട്ട് വന്ന പുള്ളി ഒരു റഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. തോന്നുന്ന സമയത്ത് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഹാൽ ജോർഡന്റെ ക്യാരക്ടർ. ഇപ്പം തന്നെ ഇവർ കാറിൽ സൂപ്പറായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് റാൻഡമായിട്ട് പുള്ളി നൈസായിട്ട് കാറിൽ നിന്ന് പുറത്തി അടിക്കളഞ്ഞ് നേരെ ആ ഒരു കാർ കൊക്കയിലോട്ട് തള്ളിയും വിട്ട്. സോ ഇങ്ങനെ 2 എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള 2 ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ബഡി കോപ്പ് സ്റ്റൈലിൽ ഒരു സ്റ്റോറി ലൈൻ കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ കണ്ടിരിക്കാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കേണ്ടതാണ്. സോ എങ്ങനെയാണ് സീരീസ് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പല നഗരങ്ങളിലൂടെ സഞ്ചരിക്കവേ ഇവരൊരു ടൗണിൽ എത്തുന്നതും അവിടെ എന്തൊക്കെയോ ഒരു മർഡർ മിസ്റ്ററി പരിപാടികളൊക്കെ നടക്കുന്നതും ബാക്കി കഥ ആ ഒരു ടൗണിലാണ് നടക്കുന്നത്. മർഡർ മിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരാളൊന്നുമല്ല, ആ ഒരു ഏരിയയിൽ ഒരുപാട് കൊലപാതകങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് തന്നെ നടക്കുന്നു എന്നുള്ള രീതിക്കാണ് സ്റ്റോറി ലൈൻ വരുന്നത്. ആൻഡ് ഈ ഒരു മർഡേഴ്സ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ള ഒരു കാര്യത്തിന്റെ ട്വിസ്റ്റ് പൊളിയുന്നത് നേരെ നമ്മുടെ DCU യൂണിവേഴ്സിന്റെ ഒരു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. DCUവിന്റെ മിത്തോളജിയുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് മർഡേഴ്സും പരിപാടികളൊക്കെ വരുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാർ കരുതിയത് ഇത് ഡാർക്ക് സൈഡിനെ ബേസ് ചെയ്തിട്ട് എന്തോ ഒരു ട്വിസ്റ്റ് ആണ് എന്നുള്ള രീതിക്കാണ്. ബട്ട് ഡാർക്ക് സൈഡിനൊക്കെ ഇത്ര പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണ്. പിന്നെയും കുറച്ചുകൂടെ ചാൻസ് ഉള്ളത് പീസ് മേക്കർ സീസൺ 2 എൻഡിങ്ങിൽ പ്ലാനറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ അതിനെ ബേസ് ചെയ്ത് ഇവിടെ നടക്കുന്ന ഈ ഒരു മർഡേഴ്സ് എല്ലാം അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചിലപ്പോൾ സംഭവിച്ചേക്കാം. മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൗണിൽ എത്തിയതിനു ശേഷം ഹാൽ ജോർഡൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ എന്തോ ഫീൽ ചെയ്യുന്നു, എന്തോ വശപ്പശ കൊണ്ടെന്നുള്ള ഒരു രീതിക്ക് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു റിങ്ങിന് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവോടെ ഉണ്ട്. മറ്റൊരു സീനിൽ എന്തോ ഒരു സാധനം, ഒരു ഉൽക്ക പോലെ എന്തോ ഒരു സാധനം വന്ന് ബ്ലാസ്റ്റ് ചെയ്ത് എഴുതുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞ്
കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സോ മിക്കവാറും സ്പേസിൽ നിന്ന് എന്തോ ഒരു സാധനം വന്ന രീതിക്കായിരിക്കണം അത് പോകുന്നത്. എത്രയൊക്കെ ഗ്രൗണ്ടഡ് ആക്കി എന്ന് പറഞ്ഞാലും ഗ്രീൻ ലാൻഡേൺസിന്റെ ഒരു മെയിൻ ത്രെട്ട് എന്ന രീതിക്ക് അവർക്ക് മാനുഷികമായ പരിപാടികൾ വെക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സ്പേസ് ലെവൽ ത്രെട്ട് എന്തെങ്കിലും വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഒരു തുടരെയുള്ള മർഡർ മിസ്റ്ററിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ട് അവിടുത്തെ ഷെരീഫുമായിട്ട് ഒരു യോഗം ചേരുന്നുണ്ട്. ആൻഡ് അവിടെ കെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിനും നമ്മുടെ ഹാൽ ജോർഡന്റെ ക്യാരക്ടറുമായിട്ട് ചെറിയൊരു പാസ്റ്റ് ഉണ്ടെന്നുള്ള രീതിക്കാണ് തോന്നുന്നത്. കാരണം ഇവർ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സീക്വൻസിൽ ചെറിയൊരു ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. നീ ഇവിടുത്തെ പെരിയ കൈയാണെന്ന് അറിയാം, ബട്ട് എന്റെ വഴിയിൽ അങ്ങനെ നീ കുറുക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നിന്നെ അടിച്ച് തൂഫാനാക്കിയിട്ട് ഞാനങ്ങ് പോകുന്നു എന്നുള്ള രീതിക്ക് ആ ഒരു കെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഹാൽ ജോർഡന്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇവർ തമ്മിൽ മുമ്പ് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. കാമുകിയാണോ ഭാര്യയാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. ഈ ഒരു ഹാൽ ജോർഡന്റെ ചെറുപ്പകാലം കൂടി ഈ ഒരു സീരീസിൽ നൈസായിട്ട് തൊട്ടും തലോടെയൊക്കെ പറയും എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. സോ ആ ഒരു പാസ്റ്റ് സീക്വൻസിലായിരിക്കാം ഈ ചേച്ചി വരുന്നത്. ഒരു പ്ലെയിനിന്റെ മണ്ടയ്ക്ക് ഒരുത്തിനെടുത്ത് ചാടുന്ന രീതിയിലുള്ള ഒരു ഗ്ലിംസ് പോലെ പെട്ടെന്നൊരു സീക്വൻസ് കാണിച്ചു പോകുന്നുണ്ട്. മിക്കവാറും ആ ഒരു ബാക്ക് ഷോട്ട് കണ്ടിട്ട് അത് ഹാൽ ജോർഡന്റെ ആ ഒരു യങ്ങർ സെൽഫ് ആണെന്ന് തോന്നുന്നു. നോക്കാം. അതിനുശേഷം ഒരു ഗ്യാങ് ഫൈറ്റ് സീക്വൻസ് ആണ് കാണിക്കുന്നത്. ഒരു ഗ്യാങ് മൊത്തം ഒരു സൈഡിൽ, അപ്പുറത്ത് നമ്മുടെ ഹാൽ ജോർഡൻ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗ്യാങ്ങിന്റെ തലയായിട്ട് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു മച്ചാനില്ലേ, പുള്ളിയാണ് ഈ ഒരു സീരീസിലെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്കാണ് അറിയാൻ സാധിക്കുന്നത്. ലൈക്ക് ഐ സെറ്റ്, ഒരു ഹ്യൂമൻ വില്ലൻ ഈ ഒരു സീരീസിൽ മെയിൻ ആയിട്ട് വരുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സത്യം പറയാൻ സംശയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു രൂപസാദൃശ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി മേ ബി അട്രോഷ്യസ് ആയിരിക്കാം. അതായത് റെഡ് ലാൻഡേൺ പുള്ളി ഇപ്പോൾ ഈ ഒരു ഹ്യൂമൻ ഫോമിലായിരിക്കുന്നതായിരിക്കാം. സീരീസിന്റെ എൻഡിങ്ങിലോട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളി ട്രാൻസ്ഫോം ആയിട്ട് ആ ഒരു റെഡ് ലാൻഡേൺ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ അതൊരു ട്വിസ്റ്റ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സീക്വൻസിൽ നമ്മൾ കാണുന്നത് ജോൺ സ്റ്റുവർട്ട്സ് തറയിൽ കിടന്ന് ഇങ്ങനെ വിരളുന്നതാണ്. ആൻഡ് പുള്ളിയുടെ തലയുടെ ഭാഗത്തായിട്ട് എന്തോ ഒരു മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് എന്തോ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന രീതിയിൽ എന്തോ ഒരു സീക്വൻസ് പോകുന്നുണ്ട്. ജോൺ സ്റ്റുവർട്ട്സ് ആണെങ്കിൽ അലറി കരയുന്നുണ്ട്. ആ മെഷീനിലൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിലൊരു യെല്ലോ ലൈറ്റ് കാണാം. ഈ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലാൻഡേണിന്റെ ഈ ഒരു യൂണിവേഴ്സിൽ അറിയാലോ, യെല്ലോ ലാൻഡേൺ. ഈ ഗ്രീൻ ലാൻഡേൺസിന്റെ മെയിൻ ആയിട്ടുള്ള ആജന്മ ശത്രുക്കളാണ് ഈ ഒരു യെല്ലോ ലാൻഡേൺസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ റെഡ് ലാൻഡേൺസിനും ഗ്രീൻ ലാൻഡേൺസിനും പുറമെ യെല്ലോ ലാൻഡേൺസിനെയും കാണാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ള ഒരു രീതിക്കാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കണം സീരീസിന് ഗ്രീൻ ലാൻഡേൺ എന്ന പേര് വയ്ക്കാതെ ലാൻഡേൺസ് എന്ന പേരിൽ ഒതുക്കിയത്. അവിടെ നിന്ന് ഷൂട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ ഷൂട്ടാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഗ്രീൻ ലാൻഡേൺസിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ബോഡിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തന്നെ വരുന്നതാണ്. ബട്ട് ഇതൊരു ഫിസിക്കൽ ഷൂട്ട് എന്ന് എനിക്ക് ഒരു ഷൂട്ട് എന്ന നിലയ്ക്ക് തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത്. സാധാരണഗതിയിലുള്ള നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ ലാൻഡേൺസിന്റെ നിയമാവലികളിൽ നിന്നും ഈ ഒരു യൂണിവേഴ്സിലെ ഗ്രീൻ ലാൻഡേൺസിന് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ആ ഒരു ഷൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറല്ല, ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത്. സോ കോമിക്സിലും ഈ ഒരു രീതിക്ക് ബ്രൗൺ കളറിൽ ഷൂട്ട് ഇട്ടിട്ട് ഗ്രീൻ ലാൻഡേൺസ് വരുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്റ്റോറി ലൈനും ഇതുപോലെ ഒരു അണ്ടർഡോഗ് സ്റ്റൈലാണ് പോകുന്നത്. അതിനോട് അടുത്ത് അറ്റാച്ച് ചെയ്ത ഒരു സീക്വൻസ് ആയിട്ട് കാണിക്കുന്നത് ജോൺ സ്റ്റുവർട്ട്സ് ഒരു വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് ഒരു ഗ്രീൻ ലാൻഡേൺ, ലിറ്ററലി ഒരു ഗ്രീൻ ലാൻഡേൺ കയ്യിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന രീതിയിലാണ്. മേ ബി ഇതാ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി വരുന്നതായിരിക്കാം. ട്രെയിനിങ് മുമ്പോട്ട് പോകെ അവസാനം പുള്ളിയുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വരികയും അവസാനം പുള്ളി ആ ഒരു ഹാൽ ജോർഡന്റെ ഷൂട്ട് വിട്ടുകൊണ്ട് വരുന്ന രീതിയിലുള്ള ഒരു മാസ് സീക്വൻസ് ആയിരിക്കാം ഇവിടെ പണി വയ്ക്കാൻ പോകുന്നത്. ഇവർ തമ്മിൽ നല്ല രീതിക്കുള്ള ഒരു ഈഗോ ക്ലാഷ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഹാൽ ജോർഡന്റെ ക്യാരക്ടർ ജോൺ സ്റ്റുവർട്ട്സിന്റെ അടുത്ത് പല സ്ഥലത്തും പറയുന്നുണ്ട്, നീ എത്രയൊക്കെ മുക്കിയാലും എന്റെ എത്ര എത്തൂല. ഈ ജോൺ സ്റ്റുവർട്ട്സും കുറഞ്ഞ പുള്ളിയല്ല, പുള്ളിയും തിരിച്ചടിക്കുന്നുണ്ട്. നല്ല പ്രായം ഉണ്ടല്ലോ, തനിക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടോ എന്ന് പറഞ്ഞ് പുള്ളിയും കുറെ കാര്യങ്ങൾ തിരിച്ചു വെക്കുന്നുണ്ട്. സോ നല്ല രീതിക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ സീക്വൻസുകളൊക്കെ കുറച്ച് നൈസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും ശിവനും ശക്തിയും ചേർന്ന മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ ഒരു വലിയ മർഡർ മിസ്റ്ററി സോൾവ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു മാസ് പരിപാടി ആയിരിക്കാം പ്ലാൻ ചെയ്യുന്നത്. ടീസറിന്റെ എൻഡിങ്ങിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ലാൻഡേൺസ് ആയിട്ട് വേറെ വല്ലവരും ഉണ്ടോ എന്നുള്ള ഒരു ജോൺ സ്റ്റുവർട്ട്സിന്റെ സംശയത്തിന് ഹാൽ ജോർഡനും ഞാൻ മാത്രമേ മനുഷ്യനായിട്ടുള്ളൂ, ഇനിയുള്ളവരെല്ലാം ഏലിയൻസ് ആണെന്ന് പറയുകയാണ്. പോരാത്തിന് അണ്ണാന്റെ മോഡിലുള്ള ഒരു ഗ്രീൻ ലാൻഡേൺ ഉണ്ട് എന്നും പുള്ളി പറയുന്നുണ്ട്. ലിറ്ററലി നമ്മുടെ കോമിക്സിലും ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ ലാൻഡേൺ ഉണ്ട്. പുള്ളി ഒരു സ്ക്വിറലാണ്. ജെയിംസ് ഗണ്ണിനെ അറിയാലോ, പുള്ളിക്ക് ഈ പെറ്റ്സ് വിഷയത്തിലൊക്കെ കുറച്ച് തൽപരകക്ഷിയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം സൂപ്പർമാനിലാണെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ നമ്മൾ കണ്ടതാണ്. പീസ് മേക്കറിക്ക് വരുമ്പോൾ ആ ഒരു ഈഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു സീരീസിൽ ചിലപ്പോൾ ചിപ്പിനെയും കാണിച്ചേക്കാം. അത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ടീസർ അവസാനിക്കുന്നത്. സോ HBO മാക്സിലാണ് സീരീസ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു മിനിമം ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാം. പിന്നെ DCU ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ ചിറകിൽ ഏറി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊജക്ട്സ് എല്ലാം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാം കൊണ്ടും നല്ലൊരു കാൽവയ്പ് ആവട്ടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യങ്ങൾ. സോ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? സീരീസ് DCUവിനെ മുമ്പോട്ട് കൊണ്ടുപോകുമോ പുറകോട്ട് വലിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഈ ഒരു ടീസറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനെ പറ്റിയിട്ടും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ അനുസരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.